നമ്മൾ കാണാൻ പോകുന്നത് ഈ ആധ്യാത്മിക വ്യായാമത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചാണ്. വ്യായാമം എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. വ്യായാമം എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് അത് നിരന്തരം നടക്കുന്നൊരു കാര്യമായിരിക്കണം. നിരന്തരം നടക്കുന്നതിനെയാണ് വ്യായാമം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഇന്ന് ഒരു 10 കിലോമീറ്റർ നടന്നു വ്യായാമത്തിൻ്റെ ഭാഗമായിട്ട്. നാളെ നടന്നില്ല, മറ്റന്നാൾ നടന്നില്ല, ഒരു മാസത്തേക്ക് നടക്കണില്ല. പിന്നെ ഒരു മാസം കഴിഞ്ഞ് ഒരു 2 കിലോമീറ്റർ നടന്നു, പിന്നെ ഒരു 2 മാസത്തേക്ക് നടപ്പില്ല. പിന്നെ കുറേ കാലം കഴിഞ്ഞ് ഒരു 10 കിലോമീറ്റർ നടന്നു. ഇത് വ്യായാമമാണോ? ഇത് വ്യായാമമാണോ? അല്ല. കാരണം എന്താണ്? നിരന്തരം നടക്കുന്നില്ല, തുടർച്ചയായി സംഭവിക്കുന്നില്ല. അപ്പോൾ വ്യായാമത്തിൻ്റെ ആദ്യത്തെ പ്രത്യേകത എന്താണ്? അത് നിരന്തരം നടക്കുന്ന കാര്യമായിരിക്കണം, തുടർച്ചയായി നടക്കുന്ന കാര്യമായിരിക്കണം. അപ്പോൾ നമ്മൾ ആധ്യാത്മിക വ്യായാമം എന്ന് പറയുമ്പോൾ വല്ലപ്പോഴും ബൈബിൾ വായിക്കുന്നതോ വല്ലപ്പോഴും നമ്മൾ ആധ്യാത്മിക കാര്യങ്ങൾ ചെയ്യുന്നതോ അല്ല, നിരന്തരം ചെയ്യണം, അതിൽ നിലനിൽക്കണം. അപ്പോഴാണ് അതിന് ഫലമുണ്ടാകുന്നത്. വ്യായാമത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? ചിട്ടയോടുകൂടെ ചെയ്യണം, ചിട്ടയോടുകൂടി ചെയ്യണം. ഇപ്പം ഞാൻ ഇന്ന് വ്യായാമം ചെയ്യാൻ തീരുമാനിച്ചെന്ന് വിചാരിക്കുക. ആദ്യം ഒരു 3-4 മിനിറ്റ് ഓടി, പിന്നെ ഒരു 2-3 മിനിറ്റ് നടന്നു, പിന്നെ കുറേ മിനിറ്റ് ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തു, പിന്നെ അതിൻ്റെ ഇടയിൽ ബാസ്ക്കറ്റ് ബോൾ കളിക്കാൻ പോയി, പിന്നെ അതിൻ്റെ ഇടയിൽ വോളിബോൾ കളിക്കാൻ പോയി. ഒരു 10-15 കാര്യങ്ങൾ ഒരേ ദിവസം ഒരു 15 മിനിറ്റിനുള്ളിൽ ഞാൻ ചെയ്തെന്ന് അത് വ്യായാമമാണോ? അത് ഏതെങ്കിലും രീതിയിൽ എന്നെ സഹായിക്കുമോ? ഇല്ല. കാരണം എന്താണ്? ഒരു ചിട്ടയില്ലാത്ത, ഒരു അടുക്കും ചിട്ടയില്ലാത്ത വെറുതെ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൂട്ടുന്നു. അതുകൊണ്ട് യഥാർത്ഥ വ്യായാമം സംഭവിക്കില്ല. അപ്പോൾ വ്യായാമം ചിട്ടയോടെ നടക്കണം, നിരന്തരം നടക്കണം, ചിട്ടയോടെ നടക്കണം. അത് ആധ്യാത്മിക വ്യായാമത്തിൻ്റെ കാര്യത്തിലും ശരിയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ ശാരീരികമായ വ്യായാമത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. പക്ഷെ ആധ്യാത്മിക വ്യായാമത്തിൻ്റെ കാര്യത്തിലും ഈ 2 കാര്യങ്ങളും ശരിയാണ്. ആധ്യാത്മിക വ്യായാമം നിരന്തരം നടക്കണം, തുടർച്ചയായി നടക്കണം. ആധ്യാത്മിക വ്യായാമം ചിട്ടയോടെ നടക്കണം, കൃത്യനിഷ്ഠയോടെ നമ്മൾ ചെയ്യണം. ഇതാണ് ആമുഖമായിട്ട് വ്യായാമത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഈ ആധ്യാത്മിക വ്യായാമത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം 3 പ്രധാനപ്പെട്ട ഘടകങ്ങളാണുള്ളത്. ഈ 3 ഘടകങ്ങളും നല്ല രീതിയിൽ നമ്മൾ പാലിച്ചാൽ നമ്മുടെ ആധ്യാത്മിക വ്യായാമം നല്ല രീതിയിൽ വരും. ഒന്നാമത്തെ ഘടകം പ്രാർത്ഥന, രണ്ടാമത്തെ ഘടകം ദൈവവചനം, മൂന്നാമത്തെ ഘടകം പരിശുദ്ധാത്മാവ്. ആധ്യാത്മിക വ്യായാമത്തിലെ 3 ഘടകങ്ങൾ എന്തൊക്കെയാണ്? പ്രാർത്ഥന, ദൈവവചനം, പരിശുദ്ധാത്മാവ്. അപ്പോൾ വിശദാംശങ്ങളിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? വ്യായാമമായതുകൊണ്ട് ഇത് നിരന്തരം നടക്കേണ്ട കാര്യങ്ങളാണ്. വ്യായാമമായതുകൊണ്ട് ഇത് കൃത്യമായ ഒരു പദ്ധതിയിൽ നടക്കേണ്ട കാര്യമാണ്. ഇനി നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കണം. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താണ്? എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ പലരും ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, നമുക്ക് രോഗങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, നമുക്ക് വേദനകളുണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, സാമ്പത്തിക കടബാധ്യതകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. ഇങ്ങനെ ആവശ്യങ്ങളോട് ബന്ധപ്പെടുത്തിയാണ് സാധാരണ രീതിയിൽ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കാറുള്ളത്. പക്ഷെ പ്രാർത്ഥനയുടെ ലക്ഷ്യം ആവശ്യങ്ങൾ നിറവേറ്റുകയല്ല. പ്രാർത്ഥനയുടെ ലക്ഷ്യം ദൈവവുമായുള്ള ബന്ധത്തിൽ നിലനിൽക്കുക എന്നതാണ്. ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ 2 അപകടങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, ആവശ്യങ്ങളൊക്കെ തീർന്നു കഴിയുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? ആവശ്യങ്ങളൊക്കെ തീർന്നു കഴിയുമ്പോൾ, ചോദിച്ചതെല്ലാം ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കില്ല. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയല്ലേ. രണ്ടാമത്തെ അപകടം എന്താണ്? ചോദിച്ചത് ലഭിക്കാതെ വരുമ്പോൾ, ആഗ്രഹിച്ചത് നടക്കാതെ വരുമ്പോൾ, പ്രാർത്ഥന നിറവേറാതെ പോകുമ്പോൾ മനസ്സുമടുത്ത് നമ്മൾ പ്രാർത്ഥന നിർത്താൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്? നമ്മൾ ആവശ്യങ്ങളോട് ബന്ധപ്പെടുത്തിയാണ് പ്രാർത്ഥനയെ മനസ്സിലാക്കുന്നത്. പ്രിയ സഹോദരീ സഹോദരന്മാരെ, പ്രാർത്ഥനയുടെ ലക്ഷ്യം ആവശ്യങ്ങൾ നിറവേറ്റലല്ല. പ്രാർത്ഥനയുടെ ആത്യന്തികമായ ലക്ഷ്യം ദൈവവുമായുള്ള ബന്ധത്തിൽ നിലനിൽക്കലാണ്, ദൈവവുമായുള്ള ഐക്യത്തിൽ വളരുകയാണ്. അതൊരു പ്രക്രിയയാണ്, അത് നിരന്തരം സംഭവിക്കേണ്ടതാണ്.
ആവശ്യങ്ങൾ നിറവേറ്റാനല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ദൈവവുമായുള്ള ബന്ധത്തിൽ വളരുന്നതിന്റെ ഭാഗമായി നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിയേക്കാം. ദൈവത്തിന് സ്തുതി. ചിലപ്പോൾ ആവശ്യങ്ങൾ നിറവേറിയില്ലെന്നിരിക്കാം. ആവശ്യങ്ങൾ നിറവേറിയാലും നിറവേറിയില്ലെങ്കിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യം. ഇത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി. ഈശോ പ്രാർത്ഥിച്ചിരുന്നോ? ഈശോ പ്രാർത്ഥിച്ചിരുന്നോ? പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചിരുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു ആവശ്യവും ഈശോയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഈശോയ്ക്ക് കടബാധ്യത ഉണ്ടായിരുന്നില്ല. എൻ്റെ അറിവിലും ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ അറിവിലും ഉണ്ടായിട്ടുണ്ടോ? ഈശോയ്ക്ക് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഈശോയ്ക്ക് രോഗങ്ങൾ ഉണ്ടായിട്ടില്ല. തലവേദന പോകാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടില്ല. ഒരു ബുദ്ധിമുട്ടും ഈശോയ്ക്ക് ഉണ്ടായിട്ടില്ല. അയൽക്കാരുമായി വഴക്കുണ്ടായിട്ടില്ല. മറ്റുള്ളവരുടെ ശത്രുത ഉണ്ടായിട്ടില്ല. എന്തിനു വേണ്ടിയാണ് പിന്നെ ഈശോ പ്രാർത്ഥിച്ചത്? നമ്മൾ പറയുന്ന ഒരു ആവശ്യവും ഈശോയ്ക്ക് ഉണ്ടായിട്ടില്ല. എന്നിട്ടും ഈശോ പ്രാർത്ഥിച്ചു. അപ്പോൾ ഈശോ പ്രാർത്ഥിച്ചത് ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയായിരുന്നില്ല, മറിച്ച് പിതാവുമായുള്ള സ്നേഹബന്ധത്തിൽ നിലനിൽക്കാൻ വേണ്ടിയായിരുന്നു. പിതാവുമായുള്ള സ്നേഹ ബന്ധമായിരുന്നു ഈശോയുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും ഈ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയാണ്. ഈ ദൈവബന്ധത്തിൽ നിലനിൽക്കാൻ വേണ്ടി, ഈ ദൈവബന്ധത്തിൽ വളരാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നിരന്തരം വളരണം. ആ പ്രാർത്ഥനയുടെ ഫലമായി ചിലപ്പോൾ നമ്മൾ ചോദിച്ചത് ലഭിച്ചെന്നിരിക്കാം, ചിലപ്പോൾ ചോദിച്ചത് ലഭിച്ചില്ലെന്നിരിക്കാം. എത്രയോ വിശുദ്ധര് ജീവിതകാലം മുഴുവൻ രോഗികളായി ജീവിച്ചു. നമ്മൾ പറയുന്നതാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യമെങ്കിൽ ആ പാവം വിശുദ്ധരൊന്നും പ്രാർത്ഥനയിൽ വളർന്നിട്ടില്ല എന്ന് നമ്മൾ പറയേണ്ടി വരില്ലേ? ജീവിതകാലം മുഴുവൻ ദുരന്തം അനുഭവിച്ച് ജീവിച്ച എത്രയോ ക്രിസ്ത്യാനികളുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന സൗകര്യവും നമ്മൾ അനുഭവിക്കുന്ന രോഗശാന്തിയും നമ്മൾ അനുഭവിക്കുന്ന സാമ്പത്തിക ലാഭവും ലഭിക്കാതെ എത്രയോ ക്രിസ്ത്യാനികളാണ് നിരന്തരം പീഡിപ്പിക്കപ്പെട്ടും അവമാനിക്കപ്പെട്ടും ഈ ഭൂമിയിൽ ജീവിച്ചു കൂട്ടുന്നത്. അവരുടെ ജീവിതത്തിന് അർത്ഥമില്ലേ? അവരുടെ പ്രാർത്ഥനയ്ക്ക് വിലയില്ലേ? അവരുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നില്ലേ? തീർച്ചയായും കേൾക്കുന്നുണ്ട്. കർത്താവിങ്കിലേക്ക് അവരവരുടെ പ്രാർത്ഥന വഴി നിരന്തരം വളർന്നുകൊണ്ടിരിക്കുകയാണ്. യേശുവിൽ നിലനിൽക്കുക, ദൈവസ്നേഹത്തിൽ വളരുക എന്നതാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യം. ആവശ്യങ്ങൾ നിറവേറിയാലും നിറവേറിയില്ല എങ്കിലും. ഇനി ഈശോയുടെ പ്രാർത്ഥനയെക്കുറിച്ച് കുറച്ച് വചനങ്ങൾ നമുക്ക് നോക്കാം. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 21-22 വചനങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 21-22 വചനങ്ങൾ. ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ ആദ്യത്തെ നിമിഷങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്നൊരു സ്വരവുമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ എപ്പോഴാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്? സ്നാനം സ്വീകരിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ. ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ ജ്ഞാനസ്നാനത്തിൻ്റെ സമയത്ത്, ആരംഭ സമയത്ത് ഈശോ പ്രാർത്ഥനയോടെയാണ് തുടങ്ങുന്നത്. ആരാണ് ഈശോ? നമ്മൾ കരുതുന്ന രീതിയിലുള്ള ഒരു മാനുഷിക ആവശ്യവും ഇല്ലാതിരുന്ന ഈശോ, സർവശക്തനായ ദൈവം, ലോകരക്ഷകനായ ഈശോ, പരിശുദ്ധ തൃത്വത്തിലെ രണ്ടാമത്തെ വ്യക്തി. ഈ വ്യക്തിയാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഇനി ഈശോയുടെ ജീവിതത്തിലെ അവസാന നിമിഷത്തിലേക്ക് നമുക്ക് പോകാം. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 46-ാമത്തെ വചനം. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 46-ാമത്തെ വചനം. യേശു ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. ഈശോയുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം. അപ്പോൾ ആരംഭ നിമിഷവും അവസാന നിമിഷവും പ്രാർത്ഥനയോടെയാണ്. പ്രാർത്ഥനയോടെ ആരംഭിക്കുന്നു, പ്രാർത്ഥനയോടെ അവസാനിക്കുന്നു. ഈ ഇടയിലുള്ള ജീവിതകാലം മുഴുവൻ ഈശോ പ്രാർത്ഥനയിൽ പിതാവുമായി അടുത്തിരുന്നു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വചനം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വചനം. ഈശോ നിരന്തരം പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നുവെന്ന് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആരാണ് പ്രാർത്ഥിക്കുന്നത്? സർവശക്തനായ ദൈവം, ലോകരക്ഷകൻ, പരിശുദ്ധ തൃത്വത്തിലെ രണ്ടാമത്തെ വ്യക്തി.
വേദനകളുണ്ടായിരുന്നില്ല, രോഗങ്ങളുണ്ടായിരുന്നില്ല, കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല, സാമ്പത്തിക ഭാരമുണ്ടായിരുന്നില്ല, അയൽക്കാരുമായി പ്രശ്നമുണ്ടായിരുന്നില്ല. എന്നിട്ടും പ്രാർത്ഥിച്ചു. എന്തിനു പ്രാർത്ഥിച്ചു? പിതാവുമായുള്ള സ്നേഹബന്ധത്തിൽ നിലനിൽക്കാൻ. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 46-ാമത്തെ വചനം. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 46-ാമത്തെ വചനം. ആളുകളോട് യാത്ര പറഞ്ഞ ശേഷം അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി. ഇവിടെ ഈശോ എന്താണ് ചെയ്യുന്നത്? ആളുകളെ മുഴുവൻ പറഞ്ഞയക്കുകയാണ്. എന്നിട്ട് സമയമുണ്ടാക്കുകയാണ്. എന്തിനു വേണ്ടി? പ്രാർത്ഥിക്കാൻ. എല്ലാ തിരക്കുകളും എല്ലാ ജോലിയും കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രാർത്ഥിക്കാം എന്ന് കരുതിയാൽ നമുക്ക് ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ സമയം കിട്ടുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യാത്ര പറയണം. ആളുകളോട് യാത്ര പറയണം. കാര്യങ്ങളോട് നമ്മൾ വിട പറയണം. പണികൾ നമ്മൾ മാറ്റിവെക്കണം. എന്നിട്ട് സമയം കണ്ടെത്തണം. സമയം കണ്ടെത്തി പ്രാർത്ഥിക്കണം. ഈശോയ്ക്ക് വേണമെങ്കിൽ രാത്രിയും പകലും ജനങ്ങളോട് സംസാരിച്ച് നിൽക്കാമായിരുന്നു. കാരണം ജനം ഓടിക്കൂടുമായിരുന്നു. സൗഖ്യത്തിന് വേണ്ടി, നല്ല വാക്കുകൾ കേൾക്കാൻ, ആശ്വാസത്തിന് വേണ്ടി ജനം ഓടിക്കൂടുമായിരുന്നു. പക്ഷെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈശോ എന്താണ് ചെയ്യുന്നത്? അവരെ മാറ്റി നിർത്തുന്നു, അവരെ പറഞ്ഞയക്കുന്നു. എന്നിട്ട് മലയിലേക്ക് പോയി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് സമയം ചെലവഴിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാമത്തെ വചനം. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാമത്തെ വചനം. വീണ്ടും ഈശോ പിതാവിൻ്റെ പക്കലേക്ക് പോയി പ്രാർത്ഥിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാമത്തെ വചനം. അവനാകട്ടെ വിജനപ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 12-ാമത്തെ വചനം. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 12-ാമത്തെ വചനം. ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 18-ാമത്തെ വചനം. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 18-ാമത്തെ വചനം. ഒരിക്കൽ അവൻ തനിയെ പ്രാർത്ഥിക്കുകയായിരുന്നു. ശിഷ്യന്മാരും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ മറുപടി നൽകി. ഈശോയുടെ പ്രാർത്ഥനയുടെ സന്ദർഭത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 1-ാമത്തെ വചനം. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 1-ാമത്തെ വചനം. അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് പറഞ്ഞു, കർത്താവ്, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അപ്പോൾ സർവശക്തനായ ഈശോ, ലോകരക്ഷകനായ ഈശോ ഇത്രയും പ്രാർത്ഥിച്ചുവെങ്കിൽ നമ്മൾ എത്രയധികമായി പ്രാർത്ഥിക്കണം. ഈശോയുടെ ജീവിതത്തിൻ്റെ ആദ്യ നിമിഷം ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 21-22 വചനങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 46-ാമത്തെ വചനം. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം പ്രാർത്ഥനയോടെയാണ് ആരംഭിക്കുന്നത്, പ്രാർത്ഥനയോടെയാണ് അവസാനിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഈശോയുടെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ നിരന്തരമായി ഈശോ പ്രാർത്ഥിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വചനം. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 46-ാമത്തെ വചനം. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാമത്തെ വചനം. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 12-ാമത്തെ വചനം. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 18-ാമത്തെ വചനം. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 1-ാമത്തെ വചനം. ഇതൊക്കെ വെറും ഉദാഹരണങ്ങളാണ്. ഇതുപോലെ അനേകം സന്ദർഭങ്ങളിൽ ഈശോ പ്രാർത്ഥിച്ചിരുന്നു. ഇങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നിരന്തരം പ്രാർത്ഥിക്കണം, ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ഇനി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നമ്മെ പഠിപ്പിക്കാനായിട്ട് ഈശോ പറഞ്ഞൊരു ഉപമ നമുക്ക് നോക്കാം. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനങ്ങൾ. ഈ ഉപമ നിങ്ങൾ വീട്ടിൽ പോയതിനു ശേഷം വായിക്കണം. ഇപ്പോൾ 1-ാമത്തെ വചനം മാത്രം നമ്മൾ വായിക്കുന്നു. ഈ ഉപമയുടെ ലക്ഷ്യം മനസ്സിലാക്കാൻ വേണ്ടി, എന്തിനു വേണ്ടിയാണ് ഈശോ ഈ ഉപമ പറഞ്ഞത്. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1-ാമത്തെ വചനം. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. ഈ ഉപമ നമുക്കറിയാം, ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമ. ആ ഉപമയുടെ വിശദാംശങ്ങൾ നിങ്ങൾ തനിയെ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. പക്ഷേ ഈ ഉപമയുടെ ലക്ഷ്യം എന്താണ്? ഭഗ്നാശരാകാതെ, മടുപ്പ് തോന്നാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കാനാണ് ഈശോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? നിരന്തരം പ്രാർത്ഥിക്കണം. കാരണം എന്താണ്? ഇതൊരു ആധ്യാത്മിക വ്യായാമമാണ്. ഈ ആധ്യാത്മിക വ്യായാമമാണ് നമ്മുടെ പ്രക്രിയയുടെ കാതൽ. ഈ ആധ്യാത്മിക വ്യായാമത്തിൽ വളരുന്നതനുസരിച്ച് ആത്മീയമായി നമ്മൾ വളർന്നുകൊണ്ടിരിക്കും. വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് 1-ാം ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വചനം. വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് 1-ാം ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വചനം. ഈ ചെറിയ വചനത്തിൽ പൗലോസ്ലീഹ പറയുന്നത് ഒരേ ഒരു കാര്യമാണ്: ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞാൽ നിരന്തരം പ്രാർത്ഥിക്കുവിൻ. ഇതാണ് ആധ്യാത്മിക വ്യായാമത്തിൻ്റെ ആദ്യത്തെ ഘടകം ചുരുങ്ങിയ രീതിയിൽ. രണ്ടാമതായിട്ട് ദൈവവചനം. ദൈവവചനത്തിൽ നമ്മൾ ആഴപ്പെടണം. ദൈവവചനത്തിൽ നമ്മൾ ശക്തി ആർജിക്കണം. ഈ ദൈവവചനം നമ്മുടെ ജീവിതത്തിൻ്റെ നിരന്തരമായ ഒരു ഭാഗമായി മാറണം. നിരന്തരം വചനം വായിക്കണം.
നിരന്തരം വചനത്തിൽ വളരണം. വചനം എങ്ങനെയാണ് വായിക്കേണ്ടത്? വചനം എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? വചനം തന്നെ പറയുന്നത് വചനം നമ്മൾ ഭക്ഷിക്കണമെന്നാണ്. വചനം ഭക്ഷിക്കണം. എസെക്കിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ. എസെക്കിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ. എസെക്കിയേൽ പ്രവാചകനെ കർത്താവ് വിളിച്ചപ്പോൾ കർത്താവ് എസെക്കിയേൽ പ്രവാചകനോട് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. എസെക്കിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, നീ ഈ കാണുന്ന ചുരുൾ ഭക്ഷിക്കുക, എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തോട് സംസാരിക്കുക. ഞാൻ വായ് തുറന്നു, അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. അവൻ പറഞ്ഞു, മനുഷ്യപുത്ര, ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക. ഞാനത് ഭക്ഷിച്ചു, എൻ്റെ വായിൽ അത് തേൻ പോലെ മധുരിച്ചു. അപ്പോൾ കർത്താവ് പറയുന്നത് എന്താണ്? നീ വചനം ഭക്ഷിക്കണം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കർത്താവ് ചുരുള് എസെക്കിയേൽ പ്രവാചകനെ നീട്ടിക്കൊടുത്തിട്ട് ആ ചുരുൾ എസെക്കിയേൽ പ്രവാചകൻ ഭക്ഷിക്കണമെന്നാണോ കർത്താവ് ഉദ്ദേശിച്ചത്? ആ ചുരുൾ ഭക്ഷിച്ച കാര്യമാണോ എസെക്കിയേൽ പ്രവാചകൻ വിവരിക്കുന്നത്? അല്ല. എസെക്കിയേൽ പ്രവാചകനോട് കർത്താവ് പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണ്? നീ വചനം കൊണ്ട് നിറയണം. അങ്ങനെയെങ്കിൽ നീ വചനം വായിക്കണമെന്ന് പറഞ്ഞാൽ പോരെ? നീ വചനം പഠിക്കണമെന്ന് പറഞ്ഞാൽ പോരെ? എന്തുകൊണ്ടാണ് നീ വചനം ഭക്ഷിക്കണമെന്ന് പറഞ്ഞത്? വചനം ഭക്ഷിക്കണമെന്ന് പറഞ്ഞത് ഈ വചനത്തോട് നമുക്ക് അത്രയും ആഴമായ ബന്ധമുണ്ടാകണം, സ്നേഹമുണ്ടാകണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഭക്ഷിക്കണമെന്ന് പറയാനായിട്ട് 3 കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, ഭക്ഷിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു. നമ്മൾ കേൾക്കുന്നത് ഒരുപക്ഷെ നമ്മൾ മറന്നുപോയേക്കാം, നമ്മൾ പഠിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ മറന്നുപോയേക്കാം. പക്ഷെ നമ്മൾ ഭക്ഷിക്കുന്നതോ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു. നമ്മുടെ ശരീരത്തിൽ ഒരു നിരന്തരമായ കോശനിർമ്മാണ പ്രക്രിയ നടക്കുന്നുണ്ട്. മെറ്റബോളിസം എന്ന് പറയുന്ന ഒരു പ്രക്രിയ. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ നിരന്തരം മരിച്ചുകൊണ്ടിരിക്കുന്നു, പുതിയ കോശങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഫലമായിട്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഏറിയ പങ്കും നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നു. കർത്താവ് പറയുകയാണ്, നീ വചനം ഭക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നീ ഭക്ഷിക്കുന്നത് നിന്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം. വചനം നിന്റെ ജീവിതത്തിലേക്ക് ആഴ്ന്നിറങ്ങണം. വചനത്തിൻ്റെ ശക്തി കൊണ്ട് നീ മുഴുവൻ നിറയണം. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ പുതിയതായി നിർമ്മിക്കപ്പെടുന്നത് പോലെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നത് പോലെ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശവും നമ്മുടെ രക്തത്തിൻ്റെ ഓരോ തുള്ളിയും ദൈവവചനത്തിൻ്റെ ശക്തിയാൽ നിറയണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നീ വചനം ഭക്ഷിക്കണമെന്ന്. വചനം പഠിക്കണമെന്നോ വചനം വായിക്കണമോ എന്നല്ല പറഞ്ഞത്, മറിച്ച് വചനം ഭക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. അതുപോലെ നമ്മൾ വചനം സ്വീകരിക്കണം. അത്രയും ആഗ്രഹത്തോടെ, അത്രയും വിശപ്പോടെ, അത്രയും ദാഹത്തോടെ ഈ വചനം നമ്മൾ സ്വീകരിക്കണം. രണ്ടാമതായിട്ട്, ഭക്ഷിക്കണം എന്ന് പറയാനുള്ള കാരണം, ഭക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥ രുചി നമുക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾ മനോഹരമായി ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷം ആ ഭക്ഷണം നിങ്ങളുടെ മുമ്പിൽ വെച്ച് അത് നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ രുചി നിങ്ങൾക്ക് മനസ്സിലാകുമോ? ഭക്ഷണം ഉണ്ടാക്കി, ഭക്ഷണം കൊണ്ടുവന്ന് ഊട്ടുമുറിയിൽ വെച്ചു, ഊണുമുറിയിൽ വെച്ചു, എല്ലാവരും കൂടി ചുറ്റും ഇരുന്ന് നോക്കി. ഒരു അരമണിക്കൂർ ഭക്ഷണം നോക്കിയിരുന്നു. ആർക്കെങ്കിലും അതിൻ്റെ രുചി മനസ്സിലാകുമോ? മനസ്സിലാകില്ല. ഇനി അതെടുത്ത് മണത്തു നോക്കി, ഭക്ഷണം മണത്തു നോക്കി, ഭക്ഷണത്തിൻ്റെ നിറം നോക്കി, രുചി മനസ്സിലാകുമോ? മനസ്സിലാകില്ല. രുചി മനസ്സിലാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഭക്ഷിക്കണം, കഴിക്കണം. അപ്പോൾ വചനം തൊട്ടു നോക്കാനുള്ളതല്ല, വചനം കേൾക്കാൻ മാത്രമുള്ളതല്ല, വചനം ഭക്ഷിക്കാനുള്ളതാണ്. ഭക്ഷിക്കുമ്പോഴാണ് രുചി അറിയുന്നത്. പ്രവാചകൻ വചനം ഭക്ഷിച്ചപ്പോഴാണ് അത് തേൻ പോലെ മധുരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയത്. തേൻ പോലെ മധുരിക്കുന്നതാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പ്രവാചകൻ വീണ്ടും വീണ്ടും ഈ വചനം ഭക്ഷിച്ചത്. അതുകൊണ്ട് വചനം നമ്മൾ ഭക്ഷിക്കണം, വചനം കൊണ്ട് നമ്മൾ നിറയണം. മൂന്നാമതായിട്ട് ഭക്ഷിക്കണമെന്ന് പറയാനുള്ള കാരണം, അത് നിരന്തരം നടക്കുന്ന പ്രക്രിയയാണ്. നമ്മൾ എത്ര നാൾ ഭക്ഷിച്ചു കൊണ്ടിരിക്കും? ജീവിതാവസാനത്തോളം നമ്മൾ ഭക്ഷിച്ചു കൊണ്ടിരിക്കും. എന്നും നടക്കുന്ന ഒരു പ്രക്രിയയാണത്. എന്നും നടക്കുന്ന ഒരു പ്രക്രിയ. വായിക്കാനാണ് പറഞ്ഞതെങ്കിൽ എന്ത് സംഭവിക്കാനിടയുണ്ട്? പ്രവാചകൻ ഒരു പ്രാവശ്യം വായിക്കും, 2 പ്രാവശ്യം വായിക്കും, പിന്നെ പ്രവാചകൻ പറയും ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ പറയാൻ പറ്റുമോ?
നിങ്ങൾ ആരെങ്കിലും എന്നെ ഭക്ഷണത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ഇല്ല ചേച്ചി ഞാൻ വരുന്നില്ല, കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച ഭക്ഷണം കഴിച്ചായിരുന്നു എന്ന് ഞാൻ പറയുമോ? അല്ലെങ്കിൽ വേണ്ട ഞാൻ ഇന്നലെ ഭക്ഷണം കഴിച്ചു അതുകൊണ്ട് എനിക്ക് ഇന്ന് ഭക്ഷണം വേണ്ട എന്ന് ഞാൻ പറയുമോ? ഇല്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച കഴിച്ചിട്ടുണ്ടെങ്കിലും ഇന്നലെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് രാവിലെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടെങ്കിലും രാത്രി വിളിച്ചാൽ ഞാൻ വീണ്ടും വന്ന് ഭക്ഷണം കഴിക്കും. കാരണം എന്താണ്? ഇത് നിരന്തരം നടക്കേണ്ട പ്രക്രിയയാണ്. നമ്മെ അറിയാവുന്ന കർത്താവ് പറയുകയാണ്, നീ വചനം ഭക്ഷിക്കണം. നീ എന്തുമാത്രം നിന്റെ ശരീരത്തിന്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ഭക്ഷണപാനീയങ്ങൾ സ്വീകരിക്കുന്നുവോ അതുപോലെ നിരന്തരമായി വചനം ഭക്ഷിക്കണം. നിരന്തരമായ പ്രക്രിയയാണ്, അത് വ്യായാമമാണ്, നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കേണ്ടതാണ്. ജെറമ്യായുടെ പുസ്തകം 15-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ ജെറമ്യാ പ്രവാചകനും ഈ വചനം ഭക്ഷിക്കുന്നുണ്ട്. ജെറമ്യായുടെ പുസ്തകം 15-ാം അധ്യായം 16-ാമത്തെ വചനം. ജെറമ്യായുടെ പുസ്തകം 15-ാം അധ്യായം 16-ാമത്തെ വചനം. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദാമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ വായിച്ചു എന്നോ, അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു എന്നോ അല്ല പ്രവാചകൻ പറയുന്നത്. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു. നിരന്തരം നടക്കുന്ന ഈ പ്രക്രിയയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത്. വെളിപാടിൻ്റെ പുസ്തകം 10-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. വെളിപാടിൻ്റെ പുസ്തകം 10-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വചനങ്ങൾ വചനം ഭക്ഷിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന മറ്റൊരു വചനഭാഗം. വെളിപാടിൻ്റെ പുസ്തകം 10-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. സ്വർഗത്തിൽ നിന്ന് ഞാൻ കേട്ട സ്വരം വീണ്ടും എന്നോട് പറഞ്ഞു, നീ പോയി കടലിലും കരയിലും നിലയുറപ്പിച്ചിരിക്കുന്ന ദൂതന്റെ കയ്യിൽ നിന്ന് ആ നിവർത്തിയ ചുരുൾ വാങ്ങുക. ഞാൻ ദൂതന്റെ അടുത്ത് ചെന്ന് ആ ചെറിയ ചുരുൾ ചോദിച്ചു. അവൻ പറഞ്ഞു, ഇതെടുത്ത് വിഴുങ്ങുക, നിന്റെ ഉദരത്തിൽ അത് കയ്പായിരിക്കും, എന്നാൽ വായിൽ തേൻ പോലെ മധുരിക്കും. ഞാൻ ദൂതന്റെ കയ്യിൽ നിന്ന് ചുരുൾ വാങ്ങി വിഴുങ്ങി, അതെൻ്റെ വായിൽ തേൻ പോലെ മധുരിച്ചു, എന്നാൽ വിഴുങ്ങിയപ്പോൾ ഉദരത്തിൽ അത് കയ്പായി മാറി. വീണ്ടും വചനം ഭക്ഷിക്കാനുള്ളതാണെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു. വചനം ഭക്ഷിക്കുമ്പോൾ 2 രീതിയിലാണ് അത് പ്രതിഫലിക്കുന്നത്. ഉദരത്തിൽ കയ്പായി മാറുന്നു, എന്നാൽ വായിൽ തേൻ പോലെ മധുരിക്കുന്നു. എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം? എന്താണ് ഉദരത്തിലെ കയ്പ്? ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പരിശ്രമിക്കുമ്പോൾ, ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമുക്ക് ക്ലേശങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും, വില കൊടുക്കേണ്ടി വരും. അതാണ് കയ്പ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ആത്യന്തികമായ ഫലം മധുരമാണ്, നന്മയാണ്, ഐശ്വര്യമാണ്. അതാണ് വായിലെ മധുരം സൂചിപ്പിക്കുന്നത്. നമ്മൾ ഭക്ഷിച്ചാലേ ഇത് രണ്ടും സംഭവിക്കൂ. വെറുതെ കണ്ടാലോ കേട്ടാലോ തൊട്ടു നോക്കിയാലോ ഇത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മൾ ഭക്ഷിക്കണം, നിരന്തരം ഭക്ഷിക്കണം. ദൈവവചനം കൊണ്ട് നമ്മൾ ജീവിക്കണം. ഇതാണ് ആധ്യാത്മിക വ്യായാമത്തിൻ്റെ 2ാമത്തെ ഘടകം. 3ാമതായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. നിരന്തരമായി ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നമ്മൾ വളരണം. ജ്ഞാനസ്നാനത്തിലൂടെ നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വചനത്തിലും 6-ാം അധ്യായം 19-ാമത്തെ വചനത്തിലും പൗലോസ്ലീഹ കൊരിന്തോസിലെ ജനത്തെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ ശരീരം ദൈവാത്മാവിൻ്റെ ആലയമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മിലുണ്ട്. ആധ്യാത്മിക വ്യായാമത്തിൻ്റെ ഭാഗമായി നാം എന്ത് ചെയ്യണം? ഈ അഭിഷേകത്തെ ഉജ്ജ്വലിപ്പിക്കണം. സമയാസമയങ്ങളിൽ ഉജ്ജ്വലിപ്പിക്കണം, അല്ലെങ്കിൽ ഈ അഭിഷേകം കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 6-ാമത്തെ വചനം. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 6-ാമത്തെ വചനം. തിമോത്തിയോസിനെ പൗലോസ്ലീഹ വിളിച്ചിട്ട് ഇപ്രകാരമാണ് ഉപദേശിക്കുന്നത്, എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. ആരോടാണ് പറയുന്നത്? തിമോത്തിയോസിനോട്. തിമോത്തിയോസിനെ കുറിച്ച് നമ്മൾ കണ്ടു. തിമോത്തിയോസ് ആരായിരുന്നു? പൗലോസിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ, തീഷ്ണതയിൽ ജ്വലിച്ചു നിന്നിരുന്ന മനുഷ്യൻ. ആ മനുഷ്യനോട് പറയുകയാണ്, നിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ നീ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക വരത്തെ, ആത്മാവിന്റെ അഭിഷേകത്തെ എത്രയോ അധികമായി ഉജ്ജ്വലിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ സമയാസമയങ്ങളിൽ നമ്മുടെ അഭിഷേകത്തെ ഉജ്ജ്വലിപ്പിക്കുന്നത് നമ്മുടെ ആധ്യാത്മിക വ്യായാമത്തിൻ്റെ 3ാമത്തെ ഘടകമാണ്. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 14-15 വചനങ്ങൾ.
വിശുദ്ധ പൗലോസ് ലേഖനം തിമോഥെയോസിന് എഴുതിയ 1 ലേഖനം 4 അധ്യായം 14-15 വചനങ്ങൾ. പ്രവചന പ്രകാരവും സഭാശ്രേഷ്ഠന്മാരുടെ കൈവപ്പ് വഴിയും നിനക്ക് നൽകപ്പെട്ട കൃപാവരം അവഗണിക്കരുത്. ഈ കർത്തവ്യങ്ങളെല്ലാം നീ അനുഷ്ഠിക്കുക, അവയ്ക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്യുക. അങ്ങനെ എല്ലാവരും നിന്റെ പുരോഗതി കാണാൻ ഇടവരട്ടെ. ആത്മാവിൻ്റെ അഭിഷേകത്തെ അവഗണിക്കരുത്, കൃപാവരത്തെ അവഗണിക്കരുത്. അതിനുവേണ്ടി ആത്മാർപ്പണം ചെയ്യണം, അത്യധ്വാനം ചെയ്യണം. അങ്ങനെ കൃപാവരങ്ങളിൽ നീ അഭിവൃദ്ധി പ്രാപിക്കണം. എല്ലാവരും നിന്റെ പുരോഗതി കാണാൻ ഇടവരട്ടെ. ഏത് പുരോഗതി? ആത്മീയ പുരോഗതി. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കാൻ കർത്താവ് ഇതാ ഈ പുതിയ വർഷത്തിൽ നമുക്ക് ഒരു അവസരം കൂടി തന്നിരിക്കുന്നു. ആധ്യാത്മിക വ്യായാമത്തിൽ മുന്നേറുവാൻ, ആധ്യാത്മിക വളർച്ചയിൽ മുന്നോട്ട് പോകുവാൻ, പ്രക്രിയയിൽ നിലനിൽക്കുവാൻ കർത്താവ് ഇതാ മറ്റൊരു അവസരം കൂടി നമുക്ക് നൽകിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മിലുണ്ട്. എന്നാൽ ഈ അഭിഷേകത്തെ നമ്മൾ ഉജ്ജ്വലിപ്പിക്കണം. ഒരിക്കൽ കിട്ടിയ അഭിഷേകം കൊണ്ട് ജീവിതാവസാനം വരെ നമുക്ക് ജീവിച്ചു തീർക്കാനാവില്ല. മറിച്ച് ഓരോ സന്ദർഭത്തിലും ഈ ആത്മാവിൻ്റെ അഭിഷേകത്തെ നമ്മൾ ഉജ്ജ്വലിപ്പിക്കണം. യേശുവിൻ്റെ ശിഷ്യന്മാര് പെന്തക്കോസ്ത് തിരുനാൾ ദിവസം ശക്തമായ രീതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചവരാണ്. പിന്നീട് അവർ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നീട് അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചോ? അവർ വീണ്ടും പ്രാർത്ഥിച്ചു, വീണ്ടും അവർക്ക് അഭിഷേകം ലഭിച്ചു. അത്രയും ശക്തരായ ശിഷ്യന്മാർ. പെന്തക്കോസ്ത് തിരുനാൾ ദിവസം അവരുടെ ഓരോരുത്തരുടെയും തലയുടെ മുകളിൽ ഈ തീനാവുകൾ വന്നു നിൽക്കുന്നവർ കണ്ടു. ശക്തമായ രീതിയിൽ ഭാഷാവരത്തോടെ അവർ കർത്താവിനെ സ്തുതിച്ചു, കർത്താവിന് സാക്ഷ്യം നൽകി. ഇത്രയും വലിയ അഭിഷേകം ലഭിച്ച ആ ശിഷ്യന്മാര് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടി? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി. എന്ന് പറഞ്ഞാൽ ഒരിക്കൽ മാത്രം നടക്കേണ്ടതല്ല പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. മാമോദീസയിൽ കിട്ടിയ അഭിഷേകത്തെ സമയാസമയങ്ങളിൽ നമ്മൾ ഉജ്ജ്വലിപ്പിക്കണം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4 അധ്യായം 23 മുതൽ 31 വരെയുള്ള വചനങ്ങൾ നമുക്ക് നോക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4 അധ്യായം 23 മുതൽ 31 വരെയുള്ള വചനങ്ങൾ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവം പ്രസംഗിച്ചു. അപ്പോൾ വീണ്ടും അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചു. വീണ്ടും അവർ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ കൂടെ നടന്നവർ, പെന്തക്കോസ്ത് തിരുനാൾ ദിവസം ശക്തമായ അഭിഷേകം സ്വീകരിച്ചവർ വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുവെങ്കിൽ നമ്മളൊക്കെ എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കണം? നമ്മളൊക്കെ എത്ര പ്രാവശ്യം ഈ അഭിഷേകത്തെ ഉജ്ജ്വലിപ്പിക്കണം? നിരന്തരം ഉജ്ജ്വലിപ്പിക്കണം. അങ്ങനെ നമ്മുടെ അഭിഷേകത്തെ നിരന്തരം ഉജ്ജ്വലിപ്പിച്ച് ആധ്യാത്മിക വരങ്ങളെ വർദ്ധിപ്പിച്ച് കൃപാവരത്തെ സമയാസമയങ്ങളെ ഉജ്ജ്വലിപ്പിച്ച് നമ്മൾ ഈ ആധ്യാത്മിക വ്യായാമം ചെയ്യണം. അങ്ങനെ ഈ പ്രക്രിയയിൽ നമ്മൾ നിലനിൽക്കണം. ഇതാണ് ആധ്യാത്മിക വ്യായാമത്തിൻ്റെ 3ാമത്തെ ഘടകം. ഇപ്പോൾ 3 ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു. പ്രാർത്ഥന, ദൈവവചനം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ഇത് 3ഉം നിരന്തരം നടക്കേണ്ട കാര്യങ്ങളാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ആധ്യാത്മിക ജീവിതം ഒരു സംഭവമല്ല, മറിച്ച് ഒരു പ്രക്രിയയാണ്. ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ. പരസ്യജീവിതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ പത്രോസിനോട് നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ ഈശോ ഉത്ഥാനത്തിന് ശേഷവും സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പ് ഒരിക്കൽ കൂടി പത്രോസിനോട് പറഞ്ഞു, നീ എന്നെ അനുഗമിക്കുക. ഇന്ന് ഇതാ കർത്താവ് നമ്മോട് ഒരിക്കൽ കൂടി പറയുന്നു, നീ എന്നെ അനുഗമിക്കുക. നിന്റെ പഴയകാല ജീവിതത്തിലെ 2025 വരെയുള്ള ജീവിതത്തിലെ നിന്റെ വീഴ്ചകളും നിന്റെ പാപങ്ങളും ഞാൻ പൊറുക്കും. നിനക്ക് ഞാൻ വീണ്ടും അവസരം നൽകുന്നു. നീ വീണ്ടും എന്നെ അനുഗമിക്കുക. ഈ പ്രക്രിയയിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ആധ്യാത്മികമായ വ്യായാമം ചെയ്യണം. ആധ്യാത്മികമായ വ്യായാമത്തിന് 3 പ്രധാന ഘടകങ്ങളുണ്ട്: പ്രാർത്ഥന, ദൈവവചനം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് മുതലുള്ള നമ്മുടെ ജീവിതത്തിൽ ഈ 3 ഘടകങ്ങളും പ്രാവർത്തികമാക്കിക്കൊണ്ട് ഈ ആധ്യാത്മിക വ്യായാമം ചെയ്ത് ഈ പ്രക്രിയയിൽ നിലനിൽക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെയെങ്കിൽ നാം വളരും.